ഇനി വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽകിഫിലിനെ മർദ്ദിക്കാൻ സിപിഎമ്മിന് അവസരമൊരുക്കി നൽകിയത് പോലീസാണെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്നും ഇല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നുമുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. ദുൽകിഫിന്റെ ചാവി പോലീസ് എടുത്തുകൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. കീ ഊരി മാറ്റി, അദ്ദേഹത്തിൻ്റെ കീ ഊരി മാറ്റി, വണ്ടിയുടെ കീ ഊരി മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ CPMന് അവസരം ഒരുക്കി കൊടുത്തത് വ്യക്തമായി കാണാൻ സാധിക്കും. കള്ളത്തരങ്ങൾ പറഞ്ഞ് വൺ വേ തെറ്റിച്ചു വന്നുവെന്നും പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത്. അതിൻ്റെ ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. ഒരു നടപടിയുമില്ല. ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്രയാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക. അടിയന്തര നടപടി ഉണ്ടാവണം. ഇതിനെതിരെ പ്രക്ഷോഭം കനക്കാൻ പോവുകയാണ്. ഇത് അങ്ങനെ ആര് തീരാൻ പോകുന്ന പ്രശ്നങ്ങളല്ല. ഇവിടെ കോഴിക്കോട് സംഭവിച്ചതും കുന്നംകുളത്ത് സംഭവിച്ചതും. അതുകൊണ്ട് അടിയന്തരമായ നടപടി സർക്കാർ എടുത്തേ മതിയാകത്തുള്ളൂ. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ വൺ വേ തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടി എടുക്കുക. അത് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളുക. വളരെ സ്ലോ ആയിട്ട് പോകുന്നതാണ്. തട്ടിത്തെറിപ്പിച്ചതാണ്. ആ പോലീസുകാർ ഇങ്ങോട്ട് കൊടപിടിച്ച പോലീസുകാരനാണ് കൈകാട്ടി നിർത്തുകയാണ്. അയാൾ ഇടിച്ചു നിർത്തിയെന്നാണ് പറഞ്ഞത്. ഒരു പുള്ളി മുമ്പിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വണ്ടീൻ്റെ. അത് സ്ട്രെയിറ്റ് പോകുന്ന വണ്ടിനെ തടഞ്ഞു നിർത്തുകയാണ്. എവിടെയാ വണ്ടി ഉള്ളത്? വണ്ടി പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് വണ്ടി പോകുന്നത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്ന തോന്നുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുമ്പിലേക്ക് ഇയാൾ ചാടുകയാണ്. അന്ന് മർദ്ദനം നടന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് ചാണ്ടി ഉമ്മൻ MLA പുറത്തുവിട്ടിരിക്കുന്നത്. വൺ വേ ആണെന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തടഞ്ഞു നിർത്തി CPMകാർക്ക് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കാനായുള്ള അവസരം പോലീസ് ഒരുക്കി നൽകി എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഇവിടെ ചാണ്ടി ഉമ്മൻ ഉന്നയിക്കുന്ന ആരോപണവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വന്ന വാർത്തയും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപത്തിന്റെ അല്ലെങ്കിൽ ആ കെടുകാര്യസ്ഥതയുടെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു. ഇതാ ഇവിടെയും ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെയാണ് ഈ ചൂണ്ടുവിരൽ നീളുകയും ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ചാണ്ടി പറയുന്ന അനുസരിച്ച് ഇത്തരത്തിൽ മർദ്ദിക്കാൻ വേണ്ടി പോലീസുകാർ കൂട്ടുനിന്നു, അവസരമൊരുക്കി കൊടുത്തു എന്ന് പറയുന്ന തക്കവണ്ണം അതിനെ സാധൂകരിക്കുന്നതാണോ ഈ ദൃശ്യങ്ങൾ? പക്ഷേ കഴിഞ്ഞ മാസം 27 ഓഗസ്റ്റ് 27 ഈ സംഭവം ഉണ്ടായത്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ CPM DYFI പ്രതിഷേധം, അത് MP-യെ തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധം അവിടെ നടക്കുകയായിരുന്നു. അതിനെതിരെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തിരിച്ചുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം 27 വൈകുന്നേരം കോൺഗ്രസിൻ്റെ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കൂടിയായ ദുൽകിഫിൽ വാഹനത്തിൽ പോയത്. അതിനിടെയാണ് പോലീസിനെതിരെ പോലീസ് ആരോപിച്ചിരുന്നത് പോലീസ് വൺ വേ തെറ്റിച്ച് പോയി, ട്രാഫിക് പോലീസിനെ ഇടിക്കാൻ ശ്രമിച്ചു എന്ന് തുടങ്ങിയ ആരോപണം ഉന്നയിച്ചായിരുന്നു ഈ വാഹനം തടഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അത് വൺ വേ തെറ്റിച്ച് പോകുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നില്ല. ഒരു വെളുത്ത കാറിലാണ് ദുൽകിഫിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കാറ് അതിൻ്റെ ദിശ തെറ്റിക്കാതെ നേരെ പോകുന്ന സമയത്താണ് പോലീസ് കാറ് തടഞ്ഞു നിർത്തി ഈ ദുൽകിഫിലുമായി സംസാരിക്കുന്നത്, ദുൽകിഫിൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിനിടെയാണ് ചാവി ഊരി കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതായത് ഒരു പ്രകോപനവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള നിയമലംഘനവും നടത്താതെ വാഹനം മുന്നോട്ട് പോകുമ്പോൾ പോലീസ് വന്ന് കാറ് തടഞ്ഞു നിർത്തി ചാവി എടുത്ത് ഊരി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദുൽകിഫിൽ ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ MLAയും ഇപ്പോൾ പുറത്തുവിട്ട വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ തടഞ്ഞു നിർത്തി പ്രദേശത്ത് CPM DYFI പ്രവർത്തകരുണ്ടായിരുന്നു. ഇക്കാര്യം ദുൽകിഫിൽ പറയുന്നത്, ഇക്കാര്യം താൻ പോലീസിനോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് സംഘർഷാവസ്ഥ ഉടലെടുക്കും, പ്രദേശത്ത് CPM DYFI പ്രവർത്തകരുണ്ട്, അതുകൊണ്ട് തന്നെ തന്നെ പോകാൻ അനുവദിക്കണമെന്ന് പോലീസിനോട് പറഞ്ഞു. പക്ഷേ പോലീസ് അതിനെ കൂട്ടാക്കിയില്ല. ചാവി എടുത്തു മാറ്റി വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പിന്നീട് തനിക്കെതിരെ DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടായി എന്നാണ് ദുൽകിഫിൽ ആരോപിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനുമെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് നിയമപരമായി പോലീസിനെതിരെ പരാതി നൽകാനോ മറ്റെന്തെങ്കിലും നീക്കങ്ങൾക്കോ തയ്യാറാകുമോ യൂത്ത് കോൺഗ്രസോ
തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അന്ന് തന്നെ ഈ ദുൽക്കിഫിൽ പ്രദേശത്തുള്ള ആ വാഹനം തടഞ്ഞു നിർത്തി ചാവി എടുത്തു മാറ്റിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതുവരെ കേസ് അതുമായി ബന്ധപ്പെട്ട ആ തുടർ നടപടികൾ എടുത്തിട്ടില്ല. അന്ന് രാത്രി തന്നെയാണ് വടകര MLA ആയ KK രമ ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയൊക്കെ ചെയ്തത്. അന്ന് രാത്രി അങ്ങനെ നാടകീയമായ സംഭവങ്ങളൊക്കെ അന്ന് നടന്നതാണ്. പക്ഷേ അതിൽ പല കേസുകളും എടുത്തിട്ടും ഈ ചാവി ഊരി മാറ്റിയ പോലീസുകാരനെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ദുൽക്കിഫിൽ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഈ വിഷയത്തിൽ പോലീസിനെതിരെ നടപടിയെടുക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെതിരെ തുടർച്ചയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ ഭാഗമായി തന്നെ ഇതിനെ കണ്ട് ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട്ട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.